പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ അനുഗ്രഹത്തിലേക്ക് ഈ ദിവസത്തിൻ്റെ വാതിൽ നമ്മൾ തുറക്കുകയാണ്. ദൈവം നിങ്ങളെ അഭിവാദനം ചെയ്യട്ടെ. ഇന്ന് പോകുന്നിടത്തെല്ലാം കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ ഇടയാക്കട്ടെ. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ് അങ്ങയുടെ മക്കളെ കനിവാർന്ന് കൈക്കൊള്ളണമേ. കർത്താവെ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കൃപാസാൽത്താര ജീവനുടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഈ അൽത്താരയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ അങ്ങയുടെ മക്കൾ ഇപ്പോൾ അവരെ ആശ്രയം വെച്ചിരിക്കുന്ന ഓരോ വിഷയത്തിൻ്റെ മേലും ദൈവികമായ ചൈതന്യവും സാന്നിധ്യവും പ്രസരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മുതുകിന് നീരിറങ്ങി കിടക്കുന്നവരുണ്ട്, ഉദരത്തിന് നീര് കുടുങ്ങിയവരുണ്ട്. കർത്താവെ, ആന്തരിക അവയവങ്ങൾക്ക് പഴുപ്പ് പറ്റിയവരുണ്ട്. അവരെ എല്ലാം കർത്താവെ നീ സ്പർശിക്കണമേ. ആശുപത്രി നിൽക്കുന്നവരും ബൈസ്റ്റാൻഡേഴ്സിനെ സ്പർശിക്കണേ. കർത്താവെ, ഇന്ന് ബ്ലഡ് കൊടുത്തിട്ട് ടെസ്റ്റ് ചെയ്യാൻ പോണവരും ബയോപ്സിക്ക് പോകുന്ന ബയോപ്സിയുടെ റിസൾട്ട് പ്രതീക്ഷിച്ചിരിക്കുന്നവരെ എല്ലാം കർത്താവെ അവർക്ക് സന്തോഷത്തിൻ്റെ സദ്വാർത്തയായിട്ട് ഇത് റിസൾട്ട് വരാൻ ഇടയാകണം പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കർത്താവെ, കിടന്നു പോയവരെ, കർത്താവ് ഇവിടെ നോക്കാൻ ഒരാൾ വീട്ടിൽ പോലും ഇല്ലാത്തവരെ അവരെ പ്രത്യേകം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, എന്നെ ഇങ്ങനെ കിടത്തി കളയല്ലേ തമ്പുരാനെ, എന്നെ അങ്ങോട്ട് വിളിച്ചേക്കെന്നും പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുമുണ്ട്. അങ്ങനെ എല്ലാവരുടെയും സങ്കടങ്ങളെ നീ ഏറ്റെടുക്കണം കർത്താവെ. അവർക്കെല്ലാം നീ സന്ധിപ്പ് നൽകണം കർത്താവ്. ഒരു മനുഷ്യനെയും കണ്ടുകൊണ്ടല്ല കർത്താവെ നീ ഞങ്ങളെ സൃഷ്ടിച്ചത്, ഞങ്ങൾക്ക് നല്ല ബോധ്യപ്പെടുത്തി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കർത്താവെ, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന് ഈശോ പറയുമ്പോൾ എന്നെ കൂട്ടിക്കൊണ്ടാണ് നിങ്ങൾക്കെല്ലാം ചെയ്യേണ്ടത്, മറ്റുള്ളവരെ കൂട്ടിക്കൊണ്ടല്ല എന്നുള്ള വലിയ സത്യം കർത്താവിൻ്റെ മക്കളെ മനസ്സിലാക്കണം. കർത്താവെ, ഞങ്ങളുടെ ശ്വാസോച്ഛ്വാസങ്ങളിലും നിന്നെ കൂട്ടിക്കൊണ്ട് കർത്താവെ ജീവിക്കാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നീ ഉണ്ടെങ്കിൽ എല്ലാവരും ഉണ്ട്, നീ ഇല്ലെങ്കിൽ ആരുമില്ല. ആ രീതിയിൽ കർത്താവ് ആധ്യാത്മികമായിട്ട് വളരാൻ കർത്താവെ അങ്ങയുടെ മക്കളെ ഉയർത്തി പ്രാർത്ഥിക്കുക. അല്ലെ, അവർ സഹായിച്ചില്ല, ഞാൻ എല്ലാവരെയും സഹായിച്ചു, അങ്ങനെ എനിക്ക് തക്ക സമയത്ത് അവരുടെ കൈ ഒഴിഞ്ഞു, ഏത് പട്ടിക്ക് ഒരു ദിവസം വരും എന്നൊക്കെ ഞങ്ങളുടെ പിടിച്ച് പോക്കും എന്നൊക്കെ പറഞ്ഞ് വിവരമില്ലാത്ത മനുഷ്യ വ്യർത്ഥ സംഭാഷണം നടത്തുന്നത് പോലെ കർത്താവ്, ഞങ്ങൾ നിന്നെ ആശ്രയിച്ച് ജീവിക്കുന്നവർ കർത്താവ്, ആര് വന്നാലും നിന്നാലും പോയാലും നീ പോകാതെ നിൽക്കുമെന്നുള്ള അവസാനം വരെ ഐ വിൽ ബി വിത്ത് യു അൺടു ദി ലാസ്റ്റ്, അന്ത്യനിമിഷം വരെ ഞാൻ നിങ്ങളുടെ ഉണ്ടായിരിക്കുന്ന കർത്താവ് നിൻ്റെ വാക്കിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കർത്താവെ, കയ്പ് മധുരമെങ്കിൽ മധുരം, ആസ് ഇറ്റ് ഇസ് ഗിവൺ വി വിൽ ഈറ്റ്. കർത്താവ്, നീ നിനക്ക് വിളമ്പിത്തരുന്ന ഭക്ഷിക്കാൻ പറഞ്ഞപ്പോൾ കർത്താവ് ആ ആത്മീയമായ ഔന്നത്യത്തിലേക്കും ആവേശനിർഭരമായ ആത്മധൈര്യത്തിൻ്റെ അഭിഷേകത്തിൻ്റെ ആഘോഷമായ ജീവിതത്തെ മാറ്റാൻ കർത്താവെ നീ ഞങ്ങളെ ശക്തിപ്പെടുത്താൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കർത്താവെ, പല വീടുകളുണ്ട് കർത്താവെ, അത് തമ്മിൽ പിരിയാൻ പോകുന്നവർ, പിരിഞ്ഞു കഴിഞ്ഞവർ, മക്കൾ വഴിയാധാരമായവർ, അപ്പൻ്റെ അമ്മയുടെയും കയ്യിരിപ്പ് കാരണം മക്കൾ അനാഥാരപ്പെട്ടിരിക്കുന്നവരും, മക്കൾക്ക് വെറുപ്പ് തോന്നുന്ന അപ്പനും അമ്മയുടെ വെറുപ്പ് തോന്നുന്നവർ മക്കളുണ്ട്. അവരെ എല്ലാം കർത്താവെ ആന്തരികമായ സൗഖ്യം നൽകുന്ന നീ അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്ന ഈശോയെ. അധ്വാനിച്ച് എല്ലൊക്കെ ഒടിഞ്ഞിട്ടും കർത്താവ് കുടുംബത്തിലെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ പറ്റുന്നില്ല ഈശോയെ. അതിനേക്കാളുള്ള പുതിയ ചിലവുകൾ വന്നിട്ട് കർത്താവ് എന്തിനാണ് ജീവിക്കണതെന്ന് വിചാരിച്ചുകൊണ്ട് മനസ്സ് ഭാരപ്പെട്ട് കർത്താവ് പണിക്ക് പോകാം. കടങ്ങളുടെ ആധിക്യം കാരണം എത്ര പണിക്ക് പോയാലും അവസാനം വൈകുന്നേരം ആകുമ്പോൾ ചിട്ടിക്കാർ വന്നും ഇൻസ്റ്റാൾമെൻറ്റുകാർ വന്നും കടക്കാർ വന്നും ഒക്കെ കിട്ടിയത് മേടിച്ചുകൊണ്ട് പോകുന്ന കാര്യം വീട്ടിലെ കർത്താവ് വേറെ കൈയോടെ പറഞ്ഞ സങ്കടക്കാരുണ്ട് ഈശോയെ. അവർക്ക് എല്ലാം ജീവിക്കാനുള്ള പുതിയ വഴി കാണിച്ചു കൊടുക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവ്. ദൈവത്തിൻ്റെ കരുണ 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ ശക്തിയാൽ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ച് ആ മനുഷ്യന്മാരെ ചെയ്തിട്ടുള്ള വിശ്വാസത്തിൻ്റെ പുകഴ്ചയിൽ യേശുക്രിസ്തു നാമത്തിൽ ദൈവവേദനെ ഇന്നത്തെ ദിവസം നീ പോകുന്ന എല്ലായിടത്തും നിൻ്റെ ദൈവം നിൻ്റെ കൂടെ ഉണ്ടാകാൻ കൃപാസാൽത്താറെ ജീവനോടെ പ്രത്യക്ഷയുടെ പരിശുദ്ധ അമ്മയെ ഞാൻ നിൻ്റെ കൂടെ അയക്കുന്നു. നീ അമ്മ നിന്നെ സന്ധിക്കാൻ സഹായിക്കുകയും നീ തിരികെ വരുന്ന കാലത്ത് സന്തോഷത്തോടെ കണ്ണുനീരോടെ അവർ വിതക്കാൻ പോകുന്നു. അവർ ജയഘോഷത്തോടെ കമ്മിങ് വിത്ത് carrying the sheep എന്ന് പറഞ്ഞ പോലെ അവർ ജയഘോഷത്തോടെ കൊയ്ത കറ്റയുമായി തിരിച്ചെത്താൻ കർത്താവ് നിന്നെ ആശീർവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് വായിക്കുന്ന സുവിശേഷം വചനം സങ്കീർത്തനം 143:10. അങ്ങയുടെ ഹിതം അനുവർത്തിക്കാൻ
അങ്ങയുടെ ഹിതം അനുവർത്തിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. എന്തെന്നാൽ അവിടുന്നാണ് എന്റെ ദൈവം. അങ്ങയുടെ നല്ല ആത്മാവ് എന്നെ നിരപ്പുള്ള വഴിയിലൂടെ നയിക്കട്ടെ. അതായത് നമ്മൾ നടക്കേണ്ടത് നിരപ്പുള്ള വഴിയിലൂടെയാണ്. അത് നയിക്കപ്പെടേണ്ടത് എന്താണ്? കർത്താവിൻ്റെ പരിശുദ്ധാത്മാവാണ്. നല്ല ആത്മാവ് എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ്. ഈ കർത്താവിൻ്റെ ആത്മാവ്, ദൈവാത്മാവ്, നല്ലാത്മാവ്, പരിശുദ്ധാത്മാവ്, അങ്ങനെ കർത്താവിൻ്റെ വചനത്തിൻ്റെ വെളിപാടുകളിൽ പരിശുദ്ധാത്മാവിന് പല പല പേര് വന്നിട്ടുണ്ട്. അതിലൊന്ന്, അത് പരിശുദ്ധാത്മാവ് വന്നാൽ എന്ത് പറ്റും? നിരപ്പുള്ള വഴിയിലൂടെ നടക്കും നമ്മുടെ ജീവിതത്തിന്. കാര്യം നമ്മളെ കൊണ്ട് പാപം ചെയ്യിക്കാത്ത, അധർമ്മം പ്രവർത്തിപ്പിക്കാത്ത വഴികളിലൂടെ ദൈവം നമ്മളെ നടത്തും. ദൈവത്തിൻ്റെ വചനങ്ങൾ കേട്ടതിന് ശേഷവും നീ മനഃപൂർവ്വം അധർമ്മത്തിൻ്റെ വഴികളിലൂടെ നടന്നാൽ അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം നിനക്കാണ്. അതുകൊണ്ട് തന്നെ നീ പാപം ചെയ്യാൻ സാധ്യതയുണ്ട് ഭാവിയിൽ എന്നുണ്ടെങ്കിൽ നിനക്ക് കർത്താവ് പ്രശ്നങ്ങൾ തന്നുകൊണ്ടേയിരിക്കും. അതെന്തിനാണെന്നറിയാവോ? ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞായിരുന്നു. അതായത് ഭാവിയിൽ ഇവരെന്താണ്, അപ്പോൾ യാക്കോബും യോഹന്നാനും അവരെ ഭാവിയിൽ തിന്മ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ദൈവത്തിന് അവർക്ക് വേണം. ഭാവിയിൽ തിന്മ പ്രവർത്തിക്കാൻ സാധ്യതയുള്ള യൂദാസിനെയാണ് ശരിക്കും പറഞ്ഞാൽ സമറിയയിലൂടെ കർത്താവ് വഴിയൊരുക്കാൻ വേണ്ടി വിടേണ്ടത്. അങ്ങനെ വിട്ടിരുന്നെന്നുണ്ടെങ്കിൽ അയാൾ അവിടെ പ്രശ്നം ഉണ്ടാക്കിയാൽ ആ വഴിയാൾ പോയേനും. അങ്ങനെയല്ല, യൂദാസിനെ ഇവിടെ നിർത്തിയിട്ട് ദൈവത്തിന് പണി കൊടുക്കാൻ സാധ്യതയുള്ളവരെ കൂടെ നിർത്തിയിട്ട് സ്വന്തമായിട്ട് നശിക്കാൻ സാധ്യതയുള്ള അപ്പോസ്തലന്മാരെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് പ്രസംഗങ്ങളുടെ മുഖത്തേക്ക് വിടുന്നത്. അപ്പോൾ നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രസംഗങ്ങളുടെ പിന്നിൽ ദൈവത്തിൻ്റെ ഈ വിശുദ്ധീകരണം ഉണ്ടെന്ന് നീ ഓർക്കണം. അതുകൊണ്ടാണ് സമറിയക്കാർ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അവർ കൈയും കാര്യം വിട്ടു എന്നൊക്കെ പറഞ്ഞപ്പോൾ ജെറുസലേമിലോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് ശാഠ്യം പിടിച്ചപ്പോൾ യോഹന്നാനും യാക്കോബിനും ഇറങ്ങി തുള്ളി അവർ തിരിച്ചു വന്നവർ പറയണത് അവർ ആ സ്വർഗ്ഗത്തിൽ അഗ്നി ഇറങ്ങി അവരെ നശിപ്പിക്കാൻ ഞങ്ങൾ കൽപ്പിക്കട്ടെ എന്ന്. അപ്പോൾ ഈശോ ചോദിക്കുന്നത് എന്താണ്? വാട്ട് സ്പിരിറ്റ് യു ലീഡ്സ് യു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് അരൂപിയാണ് നിങ്ങളെ നയിക്കണം എന്ന് വെച്ചാൽ നല്ലാത്മാവല്ലെന്ന് അവരുടെ പക്ഷേ നല്ലാത്മാവല്ല, പിന്നെ കെട്ടാത്മാവാണ്, അശുദ്ധാത്മാവാണ് നിങ്ങളെ നയിക്കണത്. അശുദ്ധാത്മാവ് നയിച്ചാൽ എന്ത് സംഭവിക്കും? അശുദ്ധാത്മാവ് നയിക്കണമെങ്കിൽ യോഹന്നാൻ 10:10 സംഭവിക്കും. കൊല്ലാനും നശിപ്പിക്കാനാണ് കള്ളൻ വരുന്നത്. അതാണ് സംഭവം. അശുദ്ധാത്മാവിനെ കള്ളനെ നയിച്ച് വിളിക്കണം. അപ്പം ഇവർക്കുള്ള ആത്മാവ് കള്ളനാണ്, നല്ല ആത്മാവല്ല. അപ്പം നല്ല ആത്മാവിനെ നയിക്കപ്പെടാൻ പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ചെയ്തികള്, ഞങ്ങളുടെ യാത്രകള്, ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ വിനിമയങ്ങളും കർത്താവേ നല്ല ആത്മാവിനാൽ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് ദൈവവചനമനുസരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ഇന്ന് ജീവിക്കുവാൻ ഞങ്ങളെ പ്രത്യേകം അനുഗ്രഹിക്കണമേ. ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. ഇവിടെ നമ്മുടെ പ്രാർത്ഥന ആവശ്യം പറ മക്കളെ. കൈകൾ കൂപ്പി ശിരസ്സ് നമിച്ച് കർത്താവിന് തിരുസ്ഥിതി നിൽക്കുന്നു എന്നുള്ള ബോധം വരുത്തി പ്രാർത്ഥന ആവശ്യം പറയുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ.
വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും മഹത്വവും. എൻ്റെ പരിശുദ്ധ അമ്മ ദിവ്യകാരുണ്യ ഈശോയിലൂടെ എനിക്ക് നൽകിയ ജീവിതാനുഭവങ്ങളും അനുഗ്രഹങ്ങളുമാണ് ഞാനിന്നിവിടെ സാക്ഷ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഈശോയുടെ മഹത്വത്തിനായി ലോകത്തിന് മുന്നിൽ ഞാനത് സാക്ഷ്യപ്പെടുത്തുന്നു. എൻ്റെ പേര് രമ്യ. ഞാൻ വരുന്നത് ആലുവയിൽ നിന്നാണ്. ഇത് എൻ്റെ ഹസ്ബൻഡ് ഷിബു. ഞങ്ങൾ ഇൻ്റർകാസ്റ്റ് മാരേജാണ്. എൻ്റെ ഹസ്ബൻഡ് നായർ സമുദായത്തിൽപ്പെട്ട വ്യക്തിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പള്ളിയിൽ വെച്ച് വിവാഹം കഴിച്ചതുകൊണ്ട് തന്നെ കൂദാശകളെല്ലാം എനിക്ക് സ്വീകരിക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ല. എങ്കിലും കൊന്ത ചെല്ലാനും പള്ളിയിൽ പോകാനും ഒക്കെ ഞാൻ വളരെയധികം പിറകോട്ടായിരുന്നു. പക്ഷേ എൻ്റെ മാതാവ്, എൻ്റെ അമ്മ വളരെയധികം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. കൃപാസനത്തിലേക്ക് ഞാൻ വരുന്ന സമയത്ത് ഞാൻ വളരെയേറെ വേദനയോടുകൂടിയാണ് ഇങ്ങോട്ട് കടന്നു വന്നത്. കാരണം കൊറോണ കാലഘട്ടത്തിന് മുന്നു വരെ ഞങ്ങളുടെ ജീവിതം വളരെ സന്തോഷപ്രദവും യാതൊരു അല്ലലുകളുമില്ലാത്ത ഒരു ജീവിതമായിരുന്നു. സാമ്പത്തികമായിട്ടൊന്നും ഞങ്ങൾക്ക് യാതൊരുവിധ ഞെരുക്കങ്ങളും ഉണ്ടായിട്ടില്ല. കൊറോണയ്ക്ക് മുന്നാണ് ഞങ്ങൾ ഒരു നല്ലൊരു ഭവനം പണിതത്. അന്ന് എൻ്റെ ഹസ്ബൻഡ് ഒരു ഫാർമസ്യൂട്ടിക്കൽസിൽ റീജിയണൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു ഭവനം ലോൺ എടുത്തും ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യമെല്ലാം ഉപയോഗിച്ച് ഞങ്ങൾ ആ ഭവനം ഉണ്ടാക്കി. അതിനുശേഷം കൊറോണ വന്നപ്പോൾ ഹസ്ബൻഡിൻ്റെ ജോലിക്ക് നഷ്ടപ്പെട്ടു. അതിനുശേഷം ഇങ്ങോട്ട് വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെയാണ് ഞാൻ കടന്നു വന്നത്. എങ്ങനെയൊക്കെയോ ഇന്ന് വരെ മാതാവ് ഞങ്ങളെ പിടിച്ചു നിർത്തി. അത് എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയുടെ ബലത്തിലാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതോടൊപ്പം തന്നെ 2023 ജൂലൈ 4 ആണ് ഞാനിവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ മനസ്സിൽ എൻ്റെ മകളുടെ ഒരു MBBS അഡ്മിഷൻ കിട്ടണമെന്നൊരു ആഗ്രഹം എനിക്ക് ഉണ്ടായിരുന്നു. അവൾ കോച്ചിങ്ങിന് പോയിരുന്ന ഒരു സമയമായിരുന്നു അത്. അതോടൊപ്പം തന്നെ എന്നെ അലട്ടിയിരുന്ന വലിയൊരു പ്രശ്നമായിരുന്നു ഹെവി ആയിട്ടുള്ള ബ്ലീഡിങ്. പീരിയഡ്സ് ആകുമ്പോൾ 24-25 ദിവസം വരെയൊക്കെ ബ്ലീഡിങ് നിൽക്കാതെ നീണ്ടുപോവുക. ഓരോ മണിക്കൂർ ഇടവിട്ടും ചേഞ്ച് ചെയ്യേണ്ടി വരുന്ന അവസ്ഥ. പുറത്തേക്കൊന്ന് പോകുവാൻ പോലും പറ്റില്ല. അതിശക്തമായ വേദന.
ഇതെല്ലാം കൊണ്ട് ഞാൻ വളരെയധികം ബുദ്ധിമുട്ടിയിരുന്നു. രാജഗിരി ഹോസ്പിറ്റലിൽ ഞാൻ ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു ഹോർമോണൽ ഇംബാലൻസ് ആണ്, യൂട്രസ് റിമൂവ് ചെയ്യുന്നതാണ് ഉത്തമമായിട്ടുള്ള ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം. പക്ഷേ ഈ ഒരു പ്രായത്തിൽ യൂട്രസ് റിമൂവ് ചെയ്യുക എന്നുള്ളത് എനിക്കിത്തിരി വേദനയുള്ള കാര്യമായിരുന്നു. എൻ്റെ കൂട്ടുകാരും എന്നോട് പറഞ്ഞു രണ്ടാമത് ഒരു ഒപ്പീനിയൻ എടുക്കണം. അങ്ങനെ ഞാൻ ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് പോയി. അവിടെ ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു ഫെമിലിയോൺ എന്ന് പറയുന്ന ടാബ്ലറ്റ് 4 മാസം കഴിക്കുക. 4 മാസം തുടർച്ചയായി കഴിക്കുമ്പോൾ തനിക്ക് പീരിയഡ്സ് ഉണ്ടാവില്ല. അതിനുശേഷം അത് നിർത്തുക, അപ്പോൾ തനിക്ക് പീരിയഡ്സ് ആകും. 10 ദിവസം കഴിഞ്ഞ് വീണ്ടും മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുക, അപ്പോൾ പീരിയഡ്സ് നിൽക്കും. അങ്ങനെ തുടർച്ചയായി 4 മാസം ഇടവേളകളിൽ ഇത് ആവർത്തിക്കുക. അങ്ങനെ ഒരു 1.5-2 വർഷത്തോളം ഞാൻ അതുമായിട്ട് മുന്നോട്ട് പോയി. എങ്കിലും എനിക്ക് പീരിയഡ്സിൻ്റെ വേദന കൂടാതെ തന്നെ മറ്റൊരു വേദന, ആ വേദന എന്താണെന്നുള്ളത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതുപോലത്തെ എൻ്റെ ഈ സൈഡിലായിട്ടും കാലിലോട്ട് ഡീവിയേറ്റ് ചെയ്തും ബാക്കിലോട്ട് ഡീവിയേറ്റ് ചെയ്തും പോകുന്ന തരത്തിലുള്ളൊരു വേദന. ആ ഒരു വേദനയ്ക്ക് ഡോക്ടറോട് പറഞ്ഞിട്ടും ഡോക്ടർക്കും അത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അങ്ങനെ ഞാൻ രാജഗിരി ഹോസ്പിറ്റലിൽ വേറൊരു ഡോക്ടറെ കണ്ടു, ഗൈനക്കോളജിസ്റ്റ് അല്ല. ഡോക്ടർ പറഞ്ഞു ഞാൻ രാജഗിരി ഹോസ്പിറ്റലിൽ ഓൾറെഡി വർക്ക് ചെയ്തിരുന്ന ആളാണ്, അതുകൊണ്ട് എനിക്ക് ഡോക്ടറെ പരിചയമുണ്ട്. തൻ്റെ ഒരു ആശ്വാസത്തിന് നമുക്കൊരു CT സ്കാൻ എടുത്ത് നോക്കാമെന്ന് പറഞ്ഞു. CT എടുത്തു. അതിനകത്തൊന്നും യാതൊരു പ്രശ്നവും ഇല്ല. പക്ഷേ എൻ്റെ വേദനയ്ക്ക് ഒരു കുറവും ഇല്ല. ഞാൻ വേദന മൂലം മുഴുവൻ നേരവും കിടപ്പാണ്. അത്യാവശ്യം വീട്ടിലെ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യും, പിന്നെ മുഴുവൻ നേരം ഞാൻ കിടക്കും, കരയും, ദൈവത്തെ വിളിക്കും, മാതാവിനോട് പ്രാർത്ഥിക്കും. പക്ഷേ എൻ്റെ ആദ്യത്തെ ഒരു ഉടമ്പടി എടുത്തിട്ട് ഫസ്റ്റത്തെ ഉടമ്പടി കാലഘട്ടം ഒരിക്കലും അതൊരു വിശ്വസ്തയോടുകൂടി ആയിരുന്നില്ല. ഞാൻ ഉടമ്പടി പ്രാർത്ഥനകളൊക്കെ ചെല്ലുമെങ്കിലും അതിനോട് എനിക്ക് ആത്മാർത്ഥത കുറവായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോയി. എൻ്റെ കസിൻ ചേച്ചിമാർ, നേഴ്സുമാരായിട്ടുള്ളവരൊക്കെ ഞാൻ വിളിച്ച് ചോദിക്കും, എന്തെങ്കിലും പെയിൻ കില്ലർ പറഞ്ഞതായോ? ഡോക്ടറുടെ അടുത്ത് ചെല്ലും, ശക്തമായ പെയിൻ വരുമ്പോൾ അവർ ഇഞ്ചക്ഷൻ തരും, സപ്പോസിറ്റർ തരും. അങ്ങനെ 4 നേരം പെയിൻ കില്ലറും സപ്പോസിറ്ററും ഒക്കെ ഉപയോഗിച്ച് ഞാൻ ഓരോ ദിവസങ്ങളും തള്ളി നീക്കുകയായിരുന്നു. അങ്ങനെ നവംബർ 8-ാം തീയതി എൻ്റെ മകളുടെ 19ാമത്തെ ബർത്ത്ഡേക്ക് രാവിലെ എണീറ്റപ്പോൾ ശക്തമായൊരു പ്രേരണ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി പുതുക്കാൻ. ഒക്ടോബർ 4-ാം തീയതി എൻ്റെ ആദ്യത്തെ ഉടമ്പടി കഴിഞ്ഞതാണ്. നവംബർ 8 വരെ ഞാൻ ഉടമ്പടി പുതുക്കിയിട്ടുണ്ടായിരുന്നില്ല. നവംബർ 8-ാം തീയതി രാവിലെ തന്നെ ഞാൻ അവിടെ നിന്നും കൃപാസനത്തിലെത്തി എൻ്റെ ഉടമ്പടി പുതുക്കി. പരിശുദ്ധ അമ്മയെ അവളെ ഏൽപ്പിച്ചു. മാതാവിനോട് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു, മാതാവ് എൻ്റെ ഈ അവസ്ഥയ്ക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവണമേ എന്ന്. ഡിസംബർ ഞാൻ ഈ ഫെമിലിയോൺ മരുന്ന് കണ്ടിന്യൂസ് കഴിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. ഡിസംബർ ആയി കഴിഞ്ഞപ്പോൾ ശരിക്കും എനിക്ക് 4-ാമത്തെ മാസം തികഞ്ഞു. എനിക്കത് സ്റ്റോപ്പ് ചെയ്യണം, 10 ദിവസത്തെ ബ്രേക്ക് എടുക്കേണ്ട സമയമാണ്. പക്ഷേ ക്രിസ്മസ് അല്ലേ, എൻ്റെ ബ്രദറും എൻ്റെ മമ്മിയും ഒക്കെ ബാംഗ്ലൂരിൽ നിന്ന് വരും. അപ്പോൾ ഈ വേദന സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഡിസംബർ കഴിയട്ടെ, ഫെമിലിയോൺ ടാബ്ലറ്റ് എത്ര നമുക്ക് കണ്ടിന്യൂസ് 1 ഇയർ വേണമെങ്കിലും കഴിക്കാം, അതിന് യാതൊരു കുഴപ്പമില്ല. സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബോൺസിനൊക്കെ കുറച്ച് വീക്ക്നെസ് വരും, അതാണ് അതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് വരുന്നത്. ഡോക്ടർ എന്നോട് 4 മാസം കഴിയുമ്പോൾ നിർത്തിയിട്ട് വീണ്ടും പീരിയഡ്സ് അങ്ങനെ ഫോളോ ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞാൻ ഡിസംബർ കഴിഞ്ഞ് ജാനുവരിയിൽ ഇവരെല്ലാം വന്നു പോയതിന് ശേഷം നിർത്തിയാൽ മതി എന്ന് മനസ്സിൽ തീരുമാനിച്ചു. പക്ഷേ ഈ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് ബ്ലീഡിങ് വന്നു. അപ്പോൾ ഞാൻ കരുതി എന്തുകൊണ്ടായിരിക്കും, ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടും മാതാവിനെ എനിക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ടല്ലേ മരുന്ന് നിർത്താനായിട്ട് ഞാൻ ധൈര്യപ്പെടാതിരുന്നത്. അപ്പോൾ എന്നിട്ടും ആ മരുന്ന് കഴിക്കുമ്പോഴും എനിക്ക് ആ ബ്ലീഡ് ചെയ്തപ്പോൾ പിന്നെ എനിക്ക് നിവർത്തിയില്ല, ഞാൻ മരുന്ന് സ്റ്റോപ്പ് ചെയ്തു. പക്ഷേ ആ വന്ന ബ്ലീഡിങ് എന്ന് പറയുന്നത് യാതൊരുവിധ വേദനയും ഞാൻ അറിഞ്ഞു പോലുമില്ല. ഇന്ന് വരെ, കഴിഞ്ഞ ഡിസംബർ മുതൽ ഈ ഡിസംബർ വരെ എൻ്റെ ബ്ലീഡിങ് കൃത്യമായിട്ട് വരുന്നു. എനിക്ക് യാതൊരു വിധത്തിലുള്ള വേദനയും ഇല്ല, ഹെവി ബ്ലീഡിങ് ഇല്ല. വളരെ സന്തോഷകരമായിട്ട് എൻ്റെ ജീവിതം പോകുന്നു. അടുത്തതായി എനിക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ വീട്ടിൽ പാമ്പിൻ്റെ ശല്യം എപ്പോഴും ഉണ്ടാകും. ഒരു 5 വർഷമായി ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് താമസം മാറിയിട്ട് അവിടെ മുറ്റത്തും ഒക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് പാമ്പിനെ കാണാറുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം
വീടിൻ്റെ അകത്ത് ഞാൻ സോഫ വലിച്ചപ്പോൾ വീടിൻ്റെ അകത്ത് സോഫയുടെ അടിയിൽ ഒരു വളവളപ്പൻ പാമ്പിനെ കണ്ടു. എനിക്ക് പൊതുവേ പാമ്പിനെ വളരെ ഭയമാണ്. ഈ പാമ്പിനെ കണ്ടപ്പോൾ എനിക്ക് പേടിയായി. എൻ്റെ കൂടെ എൻ്റെ പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു. അതിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ ഞാൻ വേഗം അതിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, അധികം വലിപ്പമുള്ള പാമ്പല്ല, ചെറുതാണ്, ഞാൻ പട്ടിക്കുഞ്ഞിനെ വേഗം എടുത്തുകൊണ്ട്, അകത്ത് തന്നെയാണല്ലോ പാമ്പ്, അപ്പം പുറത്തേക്ക് അങ്ങ് ഓടിപ്പോവില്ല, അപ്പം ഞാൻ വേഗം പട്ടിയെ എടുത്ത് സേഫാക്കാൻ വേണ്ടി കൂട്ടിലേക്ക് കൊണ്ടാക്കി തിരിച്ച് ഓടി വന്നപ്പോൾ ഈ പാമ്പിനെ കാണുന്നില്ല. ഇതെങ്ങോട്ടാണ് പോയെന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ പരിശുദ്ധ അമ്മ, എനിക്ക് വീട്ടിലാരും ഇല്ല. ഹസ്ബൻഡ് രാവിലെ 10 മണിക്ക് പോയാൽ രാത്രി 10 മണിയാകും ഓഫീസിൽ നിന്ന് വരാനായിട്ട്. അങ്ങനെ വളരെയധികം ബുദ്ധിമുട്ടി, ഭയങ്കര ടെൻഷനായി. മകള് ബ്രില്യൻസിൽ കോച്ചിങ്ങിന് പോയ സമയമായതുകൊണ്ട് തന്നെ ഞാൻ ഒറ്റയ്ക്കാണ് വീട്ടിൽ. ആ ഒറ്റപ്പെടലിൻ്റെ വേദന ഓൾറെഡി ഞാൻ അനുഭവിക്കുന്നുണ്ടായിരുന്നു. അത്രയും വർഷം അവൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നിട്ട് പെട്ടെന്ന് ഞാൻ ഒറ്റയ്ക്കായപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെയാണ് ഈ പാമ്പെന്നുള്ള ഭയം. ഒരു അത്യാപത്തിൽ നിലവിളിച്ചാൽ പോലും ആരും ഓടി വരാനില്ലാത്ത ഒരവസ്ഥ. അങ്ങനെ ഞാൻ ഞങ്ങളുടെ ഇടവക അച്ഛൻ്റെ അടുത്ത് പോയി പറഞ്ഞു. അച്ഛൻ എനിക്ക് പ്രാർത്ഥിച്ചു, വീട് വന്ന് വെഞ്ചരിക്കുകയും മറ്റുമൊക്കെ ചെയ്തു. പരിശുദ്ധ അമ്മയെ ഞാൻ മുറുക്കെ പിടിച്ച് ആ ഒരു ദിവസങ്ങൾ എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. എൻ്റെ മനസ്സിലുണ്ടായ വേദനയും ടെൻഷനും, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അടുക്കളയിൽ നിന്ന് ഒരു ജോലി ചെയ്യാൻ പറ്റില്ല, എനിക്ക് പേടിയാണ്. ബാക്കിലും ഞാൻ എപ്പോഴും തിരിഞ്ഞു നോക്കും. എൻ്റെ ഹസ്ബൻഡ് പറയും, ഞാൻ ഈ ഒരു കസേര ചേർന്ന് കിടക്കുന്ന ഫർണിച്ചേഴ്സൊക്കെ ഇടയ്ക്കിടയ്ക്ക് നീക്കി നോക്കുക, പൊക്കി നോക്കുക, വാതിൽ ചരിച്ച് അങ്ങനെ എപ്പോഴും എൻ്റെ ഫുൾ ഞാൻ ഉറങ്ങാത്ത സമയത്തൊഴിച്ച് ബാക്കി എല്ലാം പാമ്പിനെ ഭയം അങ്ങനെയായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ 10 മണിക്ക് ഹസ്ബൻഡ് ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് വേഗം എൻ്റെ പണികളൊക്കെ തീർത്ത് എൻ്റെ പ്രാർത്ഥനാ പുസ്തകവും ജപമാലയും ബൈബിളൊക്കെ ആയിട്ട് ഞാൻ സിറ്റ് ഔട്ടിൽ വന്നിരിക്കും. രാത്രി 10 മണിക്കാണ് ഹസ്ബൻഡ് വരുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള സമയം അത്യാവശ്യം എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ അകത്ത് കയറും. പേടിച്ച് കയറി ആ കാര്യം നടത്തി ഞാൻ പുറത്തിറങ്ങും. ദിവസത്തിൽ ഒരു നേരം മാത്രമാണ് ഞാൻ അന്ന് ഭക്ഷണം കഴിച്ചിരുന്നത്. ഒരു 1.5 മാസത്തോളം പുറത്തിരുന്ന് എനിക്ക് മൊബൈലിൽ അങ്ങനെ വേറെ സോഷ്യൽ മീഡിയാസ് ഒന്നും യൂസ് ചെയ്യാനൊന്നും ആ സമയത്ത് ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. ഞാൻ ജപമാല തന്നെ ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു 10-12 ജപമാലയൊക്കെ ഒരു ദിവസം ഞാനിരുന്ന് ചൊല്ലും. ബൈബിള് വായിക്കും. അതുപോലെ തന്നെ മാതാവിൻ്റെ നൊവേനകളൊക്കെ എത്തിക്കും. അങ്ങനെ ആ ഒരു ദിവസം, ആ ഒരു 1.5 മാസം ഞാൻ കഴിച്ചുകൂട്ടി. ആ സമയത്ത് തുലാവർഷത്തിൽ നല്ല കാറ്റും മഴയുള്ളൊരു സമയം. വീട്ടിലെ ഇൻവെർട്ടർ കംപ്ലൈൻ്റ് ആയിരുന്നു. ആ സമയത്ത് കറണ്ട് പോയൊരു സമയം ഞാൻ തിരി കത്തിച്ച് പുറത്ത് കൊണ്ടുവച്ചിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് കാറ്റത്ത് തിരി കെട്ടുപോയി. അപ്പോൾ എനിക്ക് പേടിയായി, പുറത്തിരിക്കാനും ഭയമായി. അങ്ങനെ ഞാൻ വീടിൻ്റെ അകത്ത് ബെഡിൻ്റെ മുകളിൽ കയറിയിരുന്നു. മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവ് എനിക്ക് കൂട്ടായിരിക്കണേ, അല്ലെങ്കിൽ ഞാൻ പുറത്തിരിക്കുമ്പോൾ മാതാവിൻ്റെ ലോക്കറ്റ്, എൻ്റെ മോതിരമൊക്കെ ഇട്ട് വെക്കുന്ന ചെപ്പുണ്ടല്ലോ സ്വർണ്ണത്തിൻ്റെ, അതിൻ്റെ ഉള്ളിൽ ഇട്ട് വെച്ച് കൂടെ എൻ്റെ അടുത്ത് ടീപ്പോയിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കും. ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് വേറെ ആരും കൂട്ടായിട്ടില്ല, എൻ്റെ പരിശുദ്ധാമ്മ എൻ്റെ കൂടെ ഉണ്ടാവണം, എനിക്ക് കൂട്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പുറത്തിരുന്ന് കൊന്തെത്തിക്കാറുള്ളത്. ഞാൻ അകത്തേക്ക് പോകുന്ന അന്ന് എൻ്റെ ഹസ്ബൻഡ് 10 മണി സമയത്ത് വരുമ്പോൾ നല്ല മഴയുള്ള സമയമാണ്. ആള് കാറ് റിവേഴ്സ് എടുക്കുന്ന സമയത്ത് പരിശുദ്ധ അമ്മയെ കണ്ടു. ഇവിടെ കൃപാസനത്തിലിരിക്കുന്ന മാതാവിൻ്റെ രൂപം. അത് എൻ്റെ ഹസ്ബൻഡ് തന്നെ പറയും. എനിക്ക് അതുപോലെ ഒരു വിശ്വാസമൊന്നും ഇല്ലാണ്ട് ഒരു ജീവിത രീതി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം കൃപാസനത്തിലാണെങ്കിലും ഞാൻ വന്നാലും അകത്തേക്ക് കയറാറില്ല. ജസ്റ്റ് ഇവരെ ഇറക്കി വിട്ടിട്ട് ഞാൻ പുറത്ത് തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരിക്കും. അപ്പോൾ ഇതുപോലെ ഒരു ദിവസം ഇതുപോലെ ഞാൻ കാർ റിവേഴ്സ് എടുത്ത് വരുമ്പം എൻ്റെ മിററിനകത്ത് ഇവിടുത്തെ അമ്മയുടെ രൂപം എനിക്ക് കാണാൻ പറ്റി. അന്ന് മുതൽ ഞാൻ വേറൊരു ലൈഫിലേക്ക് മാറി. അതായത് എൻ്റെ വൈഫ് അവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കൂടെ പോയിരുന്ന് ജപമാല ചൊല്ലും. അങ്ങനെ പ്രാർത്ഥനയായിട്ട് ഇതേവരെ അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്നു. അപ്പോൾ എൻ്റെ പഴയ ഒരു ലൈഫും ഇപ്പോഴത്തെ ലൈഫും ഭയങ്കര വ്യത്യാസത്തിലേക്ക് മാതാവിൻ്റെ രൂപം കണ്ടതോടുകൂടി ഞാൻ ആകെ മാറി. അവിശ്വാസിയായിരുന്ന ഭർത്താവിനെ വിശ്വാസത്തിലേക്ക് നയിക്കാൻ സഹായിച്ചത് പരിശുദ്ധ അമ്മയുടെ ഈ പ്രത്യക്ഷീകരണമാണ്. അതിന് പരിശുദ്ധ അമ്മയോട് ഞാൻ വളരെയധികം നന്ദി പറയുന്നു. കാരണം ഞായറാഴ്ചകളിലൊക്കെ കുർബാനയ്ക്ക്
പോകുമ്പോൾ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എൻ്റെ ഹസ്ബൻഡും എൻ്റെ കൂടെ കുർബാനയ്ക്ക് വന്നിരുന്നെങ്കിൽ, പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ. ഇന്ന് കുടുംബത്തിൽ പ്രാർത്ഥന എത്തിക്കാനും ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഒരു 60 കിലോമീറ്റർ ട്രാവലുണ്ട്. വൈകിട്ട് കൊന്ത കാറിൽ വച്ചിട്ടാണ് വീട് വരെ എത്തുന്നത്. അടുത്തതായി എനിക്ക് പറയാനുള്ള സാക്ഷ്യം എന്ന് പറയുന്നത്, പാമ്പിനെ പിന്നീട് അന്ന് തൊട്ടിട്ട് കഴിഞ്ഞ ഒക്ടോബർ മുതൽ ഈ ഡിസംബർ കാലഘട്ടം വരെ പാമ്പിനെ പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ പുറത്തോ അകത്തോ ഒന്നും കണ്ടിട്ടില്ല. എനിക്ക് ഒരു മനസ്സിനൊരു സമാധാനം സത്യത്തിൽ ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ടുള്ള എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞങ്ങളുടെ വേളാങ്കണ്ണി യാത്രയിലാണ്. വേളാങ്കണ്ണി യാത്രയിൽ ഞങ്ങളുടെ കാറ് EV കാറാണ്. അത് ചാർജ് ചെയ്യാനിട്ടിട്ട് ഞങ്ങൾ ആ ഒരു ടൈം ഗ്യാപ്പിൽ ഒരു ചായ കുടിക്കാമെന്ന് കരുതി ഒരു ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നതാണ്. ഞങ്ങൾ 3 പേരും ഉണ്ടായിരുന്നു, എൻ്റെ മകളും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നടുക്ക് നിൽക്കുന്നു, അപ്പുറത്തുമായിട്ട് ഹസ്ബൻഡ് മോളും നിന്നു. ഞങ്ങൾ കൈ കോർത്ത് പിടിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിലെ ഹൈവേ ആണ്, നല്ല സ്പീഡിൽ വാഹനങ്ങൾ വരുന്ന സ്ഥലമാണ്. സർവീസ് റോഡ്സ് 2 സൈഡിലും ഉണ്ടായിരുന്നു. അപ്പോൾ സർവീസ് റോഡിൻ്റെ അവിടെ ഞങ്ങൾ ക്രോസ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് വാഹനങ്ങൾ ഞങ്ങൾ നോക്കിയതാണ്, ഒന്നും ആ സമയത്ത് വരുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ 3 പേരും കൂടി ഒരുമിച്ച് കൈ പിടിച്ച് ക്രോസ് ചെയ്യാൻ ശ്രമിച്ചു. പെട്ടെന്ന് എവിടെ നിന്നാണെന്ന് ഞങ്ങൾക്കറിയില്ല, ഒരു ബൈക്ക് ശക്തമായ സ്പീഡിൽ വന്നിട്ട് ഞങ്ങളുടെ 3 പേരെയും മുമ്പിൽ ഇതുപോലെ വന്ന് നിന്നു. ഇവിടെയല്ല, ഇങ്ങനെ 3 പേര് ഫ്രണ്ടിലായിട്ട് വന്ന് നിന്നു. എൻ്റെ മൗത്ത് ഞാൻ ഒച്ചയെടുത്തപ്പോൾ ആ വ്യക്തിയുടെ ചെവിയുടെ അവിടെയായിരുന്നു എൻ്റെ വായ. അത്രയ്ക്കും അടുത്ത്, അത്രയ്ക്കും ക്ലോസ് ആയിട്ട്. നമ്മൾ ഒരു വ്യക്തിയാണെങ്കിൽ കൈയും കാലൊക്കെ എടുക്കുന്നത്, ഇത് 3 പേര് 3 സമയത്താണ് നമ്മുടെ ബോഡി പാർട്സ് ചലിപ്പിക്കുന്നത്. കൈ മുന്നോട്ടായുന്നതും കാല് മുന്നോട്ട് എടുത്ത് വെക്കുന്നതും ഒക്കെ. പക്ഷേ ഞങ്ങളുടെ 3 പേർക്കും ദേഹത്ത് ഒന്ന് പതുക്കെ പോലും ആ ബൈക്കിൻ്റെ ഒരു ഭാഗവും ടച്ച് ചെയ്തില്ല. ഇത്രയ്ക്കും അടുത്ത് ഒരു 1 ഇഞ്ച് വ്യത്യാസം ഉണ്ടോ എന്ന് പോലും എനിക്ക് സംശയമാണ്. അത്രയ്ക്കും ഇതായിട്ട് ആ ബൈക്ക് അവിടെ വന്ന് സ്റ്റോപ്പായി. എൻ്റെ കയ്യിൽ പരിശുദ്ധ അമ്മയുടെ കാശുരൂപം ഉണ്ടായിരുന്നു. അത് എപ്പോഴും ഞാൻ എവിടെ പോയാലും പരിശുദ്ധ അമ്മയുടെ കാശുരൂപം കൊണ്ട് മാത്രമേ ഞാൻ പോകാറുള്ളൂ. അതെനിക്കൊരു വലിയ ധൈര്യമാണ് പകർന്നു നൽകുന്നത്. എൻ്റെ ബ്ലീഡിങ്ങിൻ്റെ സമയത്തൊക്കെ ഞാൻ ഉപ്പും തൈലവും ഉപയോഗിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം നമ്മുടെ നാട്ടിൽ ഒരു ജോലിയെടുത്താൽ തീരാവുന്ന സാമ്പത്തിക പ്രശ്നങ്ങളല്ല ഞങ്ങൾക്കുള്ളത്. ജോലി ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ആ സാലറിക്ക് അനുസൃതമായിട്ടുള്ള ലോണും കാര്യങ്ങളുമാണ് ഞങ്ങൾ എടുത്തിരുന്നത്. ഇന്നിപ്പോൾ ഒരു പുതിയ ബിസിനസ് തുടങ്ങി, അത് നല്ല രീതിയിൽ വളർന്നു വന്ന് അതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ആവണമെങ്കിൽ ഇനിയും സമയമെടുക്കും. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു, മാതാവ് എന്തെങ്കിലും ഒരു വഴി ഞങ്ങൾക്കായി കാണിച്ചു തരണമേ എന്ന്. അതിന് പ്രകാരം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ സഹായത്താൽ എനിക്ക് ഒരു ജോലി യൂറോപ്പിൽ റെഡിയായി. ഞാൻ അടുത്ത ആഴ്ച അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇതിനു മുമ്പ് ഞാൻ പരിശ്രമിച്ചതാണ്, പക്ഷേ അന്നെല്ലാം എനിക്ക് അത് നടന്നു കിട്ടിയില്ല. എൻ്റെ വിസ റിജക്റ്റ് ആവുകയാണ് ചെയ്തത്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ സഹായത്താൽ ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം ഞാൻ നന്ദി പറയുന്നു. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞങ്ങൾ ചെയ്തിരുന്നത്, ഞങ്ങൾക്ക് മരുന്നിൻ്റെ ബിസിനസ് ആയതുകൊണ്ട് പാവപ്പെട്ട രോഗികൾക്ക് യാതൊരു പ്രോഫിറ്റും എടുക്കാതെ മരുന്ന് കൊടുക്കുകയോ ഫ്രീ ആയിട്ട് കൊടുക്കുകയോ ഒക്കെയാണ് ഞങ്ങൾ ചെയ്തിരുന്നത്. അതുപോലെ ഞങ്ങളുടെ കയ്യിലുള്ളതനുസരിച്ച് ഓപ്പറേഷൻ വേണ്ടി വരുന്ന രോഗികൾക്ക്, ക്യാൻസർ പേഷ്യൻസിന് കീമോ ചെയ്യാനായിട്ടൊക്കെ പണം കൊടുത്ത് സഹായിക്കാറുണ്ട്. ഒരുപാട് കാരുണ്യ പ്രവർത്തികളൊന്നും സത്യത്തിൽ ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇവിടെ പലരും സാക്ഷ്യം പറയുമ്പോൾ പറയാറുണ്ട്, അത്രയൊന്നും കാരുണ്യ പ്രവർത്തികൾ ഞാൻ ചെയ്തിട്ടില്ലെങ്കിലും എൻ്റെ പരിശുദ്ധ അമ്മ എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ വളരെ അധികമാണ്. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്, ഇവിടെ നിന്ന് പത്രം വാങ്ങിക്കൊണ്ടു പോകുന്ന പത്രമെല്ലാം ഞാൻ ഓട്ടോ സ്റ്റാൻഡുകളിലും ഹോസ്പിറ്റലുകളിലും റോഡുകളിലും ഒക്കെ വിതരണം ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് സാക്ഷ്യങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ പറഞ്ഞു തന്നെയാണ് ഞാൻ ഓരോ പത്രവും കൊടുക്കാറ്. ഏതെങ്കിലും സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ പത്രം അവിടെ ചുമ്മാ ഇരിക്കുന്നത് കാണുമ്പോൾ അതും എടുത്ത് കൊണ്ടു നടന്ന് ഞാൻ കൊടുക്കാറുണ്ട്.
പലപ്പോഴും പത്രം കൊടുക്കുമ്പോൾ ചില വേദനിപ്പിക്കുന്ന അനുഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവുക സ്വാഭാവികമാണ്. പക്ഷേ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഇത്രയെല്ലാം പീഡകൾ സഹിച്ചു ഏറ്റുവാങ്ങിയെങ്കിൽ അതൊക്കെ എത്ര നിസ്സാരം എന്ന് ഞാൻ മനസ്സിൽ കരുതും. സ്നേഹത്തോടെ എന്നെ എന്തെങ്കിലും പറയുന്നവരെ പോലും സ്നേഹത്തോടെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ടിട്ട് ഞാൻ അടുത്ത ആളിലേക്ക് പോവുകയാണ് പതിവ്. ഇത്രയേറെ സാക്ഷ്യങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ മകൾക്ക് MBBSന് ഈ വർഷം അഡ്മിഷൻ കിട്ടി. അവൾ ഫസ്റ്റ് ഇയർ പഠിക്കുന്നു. ഞാനും മകളുമായിട്ട് ഇവിടെ വന്നിട്ട് മറ്റൊരവസരത്തിൽ സാക്ഷ്യം പറയുന്നതായിരിക്കും. നിയമാവർത്തന പുസ്തകം 7:6 തിരുവചനം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ ദൈവമായ കർത്താവിന് നിങ്ങൾ വിശുദ്ധ ജനമാണ്. ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിലും നിന്ന് തൻ്റെ സ്വന്തം ജനമാകേണ്ടതിന് അവിടുന്ന് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. കർത്താവ് നിങ്ങളെ സ്നേഹിച്ചതും തിരഞ്ഞെടുത്തതും മറ്റു ജനതകളേക്കാൾ നിങ്ങൾ എണ്ണത്തിൽ കൂടുതലായിരുന്നത് കൊണ്ടല്ല, നിങ്ങൾ മറ്റെല്ലാ ജനതകളെയേക്കാൾ ചെറുതായിരുന്നു. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് എൻ്റെ പിതാവ് ആകർഷിച്ചാലല്ലാതെ ആർക്കും എൻ്റെ അടുത്തേക്ക് വരാൻ സാധിക്കില്ല എന്ന് ഈശോ തിരുവചനങ്ങളിലൂടെ അരുളി ചെയ്യുന്നുണ്ട്. ഇവിടെ എങ്ങനെയാണ് ഓരോ കുടുംബവും ഈ അൾത്താരയിലേക്ക് കടന്നു വരുവാനായിട്ട് കാരണമാകുന്നത്? ഇത് കർത്താവിൻ്റെ മാത്രം തിരഞ്ഞെടുപ്പാണ്. ഇന്നിവിടെ ഈ ദമ്പതികൾ ഇവിടെ നിന്ന് സാക്ഷ്യം പറയുമ്പോൾ രമ്യ ജോർജും ഷിബുവും തങ്ങളുടെ അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ ഇവിടെ വരാനുണ്ടായ സാഹചര്യങ്ങളൊക്കെ തങ്ങൾക്ക് ഒന്നിനും കുറവില്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നീട് അതിനൊക്കെ എന്ത് സംഭവിച്ചു? പിന്നീട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുവാനും അതുപോലെ പ്രാർത്ഥന പോലും ഇല്ലാതിരുന്ന ഒരവസ്ഥയിൽ നിന്ന് ഇന്ന് തൻ്റെ വിശ്വാസ ജീവിതം, കൂദാശ ജീവിതം അതെത്രമാത്രം മാറി. അതുപോലെ ഹസ്ബൻഡാണെങ്കിലും ആ മകനും അമ്മയുടെ അനുഭവം, സാന്നിധ്യം എങ്ങനെ അനുഭവിക്കാൻ സാധിച്ചു. അതിനുശേഷം ഇന്ന് വരെയും താൻ കൊന്ത മുടക്കുന്നില്ല, അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയിലെ പങ്കാളിത്തം, കൂദാശ ജീവിതം, കുമ്പസാരം, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ, ഇതാണ് കൗദാശിക ജീവിതം, അതൊന്നും മുടക്കുന്നില്ല എന്നൊക്കെ ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇവിടെയാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്. നാം മറ്റെല്ലാ ജനതകളിൽ നിന്നും ശ്രേഷ്ഠ ജനതയായിട്ടല്ല, മറ്റെല്ലാ ജനതകളിൽ നിന്നും ചെറുതായിരുന്നു. എന്നാൽ ആ ചെറിയ അജഗണമായ നമ്മെ തിരഞ്ഞെടുക്കുവാൻ കർത്താവ് കാണിക്കുന്നത് വലിയ കാരുണ്യമാണ്. നമ്മുടെ ഈ മക്കളുടെ ജീവിതത്തിൽ പിന്നീട് ദൈവം ചൊരിഞ്ഞ കൃപകൾ, തങ്ങൾക്ക് ഒരു വരുമാന മാർഗം ഉയർന്നത്, തങ്ങളുടെ ഭവനത്തിൻ്റെ കാര്യം, മകളുടെ അഡ്മിഷൻ, ഇന്ന് യൂറോപ്പിലേക്ക് തനിക്കൊരു ജോലിക്ക് വേണ്ടി പോകുവാനുള്ള സാധ്യതകളൊക്കെ തെളിഞ്ഞത്, അതുപോലെ പലതരം അപകടങ്ങളിൽ നിന്നുള്ള സംരക്ഷണം, ഇങ്ങനെ പരിശുദ്ധ അമ്മയെ കൂടെ കൊണ്ടു നടക്കുന്ന അനുഭവം ഉണ്ടാവുകയാണ്. ഇതുകൊണ്ട് തന്നെയാണ് ഭാരലഘുത്വം, അതായത് ഒത്തിരിയേറെ ഹൃദയഭാരവുമായിട്ട് ഇവിടെ വന്ന കുടുംബമാണ് ഇന്ന് ഇവിടെ വന്ന് നിന്ന് ഇതൊരു തൂവൽ സ്പർശം പോലെ ഉടമ്പടി പിന്നീട് ഈ മക്കളുടെ ഭാരം എങ്ങനെ എടുത്തു മാറ്റുന്നു. ഇന്ന് തങ്ങൾക്ക് സന്തോഷമാണ്, സമാധാനമാണ്. തങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞ കൃപകൾ മാത്രമേ തങ്ങൾക്ക് പറയാനുള്ളൂ. ഈ കുടുംബത്തിൻ്റെ മാത്രം സാക്ഷ്യമായിട്ട് നാം ഇത് കേൾക്കുമ്പോഴും ഇതുപോലെ എത്രയോ വ്യക്തികൾ, കുടുംബങ്ങൾ ഈ അൾത്താരയിൽ തങ്ങളുടെ സാക്ഷ്യം പങ്കുവയ്ക്കുന്നു. നമുക്ക് ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് നമ്മുടെ യോഗ്യത കൊണ്ടല്ല, അവിടുത്തെ കൃപയാണെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്നും വ്യത്യസ്തമായി നമ്മെ കാത്തുപരിപാലിക്കുന്ന ഉടമ്പടിയെടുത്ത മക്കൾ ഇന്ന് ഈ കൂടാരത്തിൽ വന്ന് തങ്ങളുടെ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ആത്മീയ അനുഭവം, അവർക്ക് ഈശോയോടുള്ള സ്നേഹം വർദ്ധിക്കുകയാണ്. ആ സ്നേഹം പിന്നീട് വർദ്ധിച്ച് അത് വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ 3 ദൈവിക പുണ്യങ്ങളോട് കൂടി തന്നെ സമർപ്പണത്തിൻ്റേതായ ഒരു മനോഭാവത്തിലേക്കാണ് ഉടമ്പടി വ്യക്തികളെ നയിക്കുക. ആ സമർപ്പണ മനോഭാവമാണ് ഇനി പ്രാർത്ഥനയില്ലാതെ ഞങ്ങൾ മുമ്പോട്ട് പോകില്ല, ഞങ്ങളുടെ ജീവിതത്തിലെ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇനി വളരെ പ്രാധാന്യം കൊടുക്കും. അതൊക്കെയാണ്
പിന്നീട് നിത്യതയിലേക്ക് നമ്മെ കൊണ്ടു ചെല്ലുന്ന ഓരോ വഴികളായിട്ട്, പുതിയ വഴികളായിട്ട് നമ്മുടെ മുൻപിൽ തെളിഞ്ഞു വരിക. കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം.